ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു 2 പീസ് സെറ്റാണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഷെയ്ഡും വരുന്നുണ്ട്, വേറെ 2 ഷെയ്ഡും വരുന്നുണ്ട്. അപ്പം നമ്മൾ കളക്ഷൻ കണ്ടിട്ട് വന്നാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇതിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പാനൽസ് ആണ് പോണത്. 12 പാനൽസ് ആണ് വരുന്നത്. ഫ്രണ്ട്സ് പോർഷനിൽ വന്നിട്ട് 6 പാനൽസ് വരുന്നുണ്ട്, ബാക്ക് പോർഷനിൽ വന്നിട്ട് 6 പാനൽസ് വരുന്നുണ്ട്. നമുക്കിത് വന്നിട്ട് 2 പീസ് ആയിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്ക് മോഡലിൽ വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇച്ചിരി അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്കൊക്കെ ഇത് നല്ല ലെങ്ത് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറയാൻ, ഇതിൻ്റെ ഈ ഒരു നമ്മൾ നോർമലി ഒരു 47 ആണല്ലോ ലെങ്ത് യൂസ് ചെയ്യുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് താഴെയുള്ള ആ ഒരു വർക്ക് വന്നിട്ട് നിങ്ങൾക്ക് മേളിലേക്ക് എടുത്ത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിട്ട് നല്ല ഒരു ബഡ്ജറ്റ് റേറ്റിലാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഏലയിലാണ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു അംബ്രല കട്ടിങ് പോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തടാം. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഈ 3/4 സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന അതേ വർക്ക് കൊടുക്കുന്നുണ്ട്. അതേ സെയിം വർക്ക് തന്നെ ഈ ഒരു നെക്ക് ഏരിയയിലും ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വന്നിട്ട് ഗൗൺ പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വന്നിട്ട് 2 പീസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഇറക്കമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയിൽ വന്നിട്ട് ഹെവി ആയിട്ട് ആ ഒരു നെക്ക് ഏരിയയിലും ഈ 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു വർക്ക് ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതെന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. വൺ സൈഡ് ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയ്ക്ക് വന്നിട്ട് ലെങ്ത് കുറച്ച് കുറവാണ്, 2.25 വരുന്നുള്ളൂ. നോർമലി വന്നിട്ട് 2.5 ആണ് വരുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ആ ഒരു വർക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് എനിക്ക് കുറച്ച് ലൂസാണ്. കുറച്ച് വണ്ണം ഉള്ളവർക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഞാൻ ഏറ്റവും ചെറിയത് വെയർ ചെയ്തിട്ട് പോലും എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാനൊന്നിച്ച് ഷേപ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അങ്ങനെ വെയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട്, 50 വരെ വരുന്നുണ്ട് കേട്ടോ. നോർമലി 47 ആണ് വരാറുള്ളത്, ഇത് 50 വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് പ്ലെയിൻ ഷെയ്ഡിലാണ് വരുന്നത്. വർക്ക് വന്നിട്ട് ഫുള്ള് വരുന്നത് 3/4 സ്ലീവ്സിൻ്റെ എൻഡിൽ വരുന്നുണ്ട്, നെക്ക് ഏരിയയിൽ വരുന്നുണ്ട്, ദുപ്പട്ടയിലും ഏറ്റവും എൻഡ് പോർഷനിലും വരുന്നുണ്ട്. ഇതെല്ലാം സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ ഒരു ക്ലോസ് അപ്പ് ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല രസമില്ലേ കാണാനായിട്ട്. 3/4 സ്ലീവ്സിൽ വന്നിട്ട് ഫുള്ളായിട്ട് അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ സ്ലീവ്സിൽ ലൈനിങ് വേണമെന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ എത്ര ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കി, എത്രയും വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. കുഞ്ഞു കുഞ്ഞ് ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്ലെയിൻ ഷെയ്ഡിലായതുകൊണ്ട് ഈ പാനൽസ് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. നേരിട്ട് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു നെക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അതേപോലത്തെ വർക്ക് വന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ലൈനിങ് ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം. ആ ഒരു ഷെയ്ഡിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് 2.25 വരുന്നുള്ളൂ കേട്ടോ. 2.5 വരുന്നില്ല, കുറച്ച് ചെറിയതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു വൈൻ ഷെയ്ഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസിങ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഫോട്ടോസ് ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിലും ആ എൻഡ് പോർഷനിലും എല്ലാം സെയിം വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. എല്ലാ ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വന്നിട്ട് വീഡിയോയുടെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം.
അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. അപ്പം നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു 2 പീസ് സെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് L to 3XL വരെയാണ് വരുന്നത്. L വന്നിട്ട് XL-കാർക്ക് യൂസ് ചെയ്യാം, XL വന്നിട്ട് XXL-കാർക്ക് യൂസ് ചെയ്യാം, XXL വന്നിട്ട് XXL-കാർക്ക് യൂസ് ചെയ്യാം, അപ്പോൾ XXL വന്നിട്ട് 4XL-കാർക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയും ഉണ്ട്, നല്ല ഇതാണ്, ഷേപ്പിലല്ല ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്രോക്ക് പോലെ വെയർ ചെയ്യാവുന്ന പോലെയാണ്. ഞാനത് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ ഫ്രോക്ക് പോലെ നമുക്ക് വെയർ ചെയ്യാവുന്ന പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ലൂസാണ്. ഇത് കണ്ടോ, നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പിലാണ്. ഇതിപ്പോൾ എൽ സൈസാണ് വരുന്നത്. ഇപ്പോൾ എൽ സൈസ് വേണമെങ്കിൽ XL സൈസുകാർക്ക് യൂസ് ചെയ്യാം. അതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് കണ്ട ഈ കുർത്തീസിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് L to 3XL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 699 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 699 ഒന്നും നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. അത്രയും ഹെവിയാണ്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 25-50 രൂപീസിനകത്തൊക്കെ വരത്തുള്ളൂ. എല്ലാ നിങ്ങളുടെ ലോക്കൽ ഏരിയയിലും വന്നിട്ട് ഉറപ്പായിട്ടും ഓൾട്ടർ ചെയ്യുന്നതുണ്ടാവും. ഇതൊക്കെ ഒരു രക്ഷയുമില്ല, അത്രയ്ക്കും ഹെവിയാണ് കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. കാരണം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് എപ്പോഴും കിട്ടത്തില്ല. ഇപ്പോൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഓണമൊക്കെ വരെയാണ്, ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ഇന്ന് കണ്ട വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളുക. ഇത് വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ അടിപൊളി കളക്ഷനായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഫാഷൻ.